നമസ്കാരം. തിരൂരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. ചെമ്മാടിന്റെ ഹൃദയഭൂമികയിൽ ആമിയ ഗോൾഡിന്റെ 365 സുവർണ ദിനങ്ങൾ. ആമിയ ഗോൾഡൻ ഡയമണ്ട്സിന്റെ 1ാം വാർഷികത്തോടനുബന്ധിച്ച് കിടിലൻ ഓഫറുകളും ഒരു പിടി സമ്മാനങ്ങളുമായി ആമിയ വാർഷികാഘോഷം മെയ് 10 മുതൽ ജൂലൈ 31 വരെയുള്ള ഓരോ ദിവസത്തെയും പർച്ചേസിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന ഒരു വ്യക്തിക്ക് ഒരു ഗോൾഡ് കോയിൻ ദിവസവും സമ്മാനമായി നൽകുന്നു. ജൂലൈ 31 നടക്കുന്ന മെഗാ നറുക്കെടുപ്പിൽ 1ാം സമ്മാനമായി കല്യാണ പാർട്ടികളിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന ഒരു കല്യാണ പാർട്ടിക്ക് പണിക്കൂലി പൂർണ്ണമായി തിരിച്ചു നൽകുന്നു. 2ാം സമ്മാനമായി വാഷിംഗ് മെഷീൻ, 3ാം സമ്മാനമായി ഒരു ഡയമണ്ട് റിംഗ്. മെയ് 10 മുതൽ ജൂലൈ 31 വരെയുള്ള എല്ലാ പർച്ചേസുകൾക്കും സുനിശ്ചിതമായ സമ്മാനം. ക്രാഫ്റ്റഡ് വിത്ത് ട്രഡീഷണൽ ആമിയ ഗോൾഡൻ ഡയമണ്ട്സ്. കാലവർഷക്കുത്തൊഴുക്കിൽ പുഴ നിറഞ്ഞ് ഒഴുകിയപ്പോൾ ഇടിഞ്ഞു വീണ കരഭാഗത്ത് ഭീതിയിലായ കുടുംബങ്ങൾക്ക് ജനകീയ കൂട്ടായ്മയിൽ സുരക്ഷയൊരുക്കി. തിരൂരങ്ങാടി നഗരസഭയിലെ പനമ്പുഴ വെള്ളിനക്കാട് പ്രദേശത്താണ് ഭീതിയിലായ വീട്ടുകാരുടെ രക്ഷയ്ക്ക് സന്നദ്ധ പ്രവർത്തകർ ജനകീയമായി രംഗത്തിറങ്ങിയത്. കാലവർഷത്തെ തുടർന്ന് 1.5 മാസം മുന്നേ കരഭാഗം കുറേശ്ശെ തകരുകയും ഇപ്പോൾ വീടുകൾ പുഴയിലേക്ക് പതിക്കുന്ന ഘട്ടത്തിലുമായ സ്ഥിതിയെക്കുറിച്ചും പ്രദേശവാസികളുടെ ദയനീയ അവസ്ഥയെക്കുറിച്ചും മാധ്യമങ്ങളടക്കം റിപ്പോർട്ട് ചെയ്തിരുന്നു. എന്നാൽ പലരും സന്ദർശിച്ച് ആശ്വസിപ്പിച്ച് കടന്നുപോയതല്ലാതെ പരിഹാരം കണ്ടിരുന്നില്ല. ഒരാഴ്ച മുന്നേ SDPI ജില്ലാ കമ്മിറ്റി അംഗം ഹമീദ് പരപ്പനങ്ങാടിയുടെ നേതൃത്വത്തിൽ സ്ഥലം സന്ദർശിക്കുകയും താൽക്കാലിക രക്ഷയ്ക്കാവശ്യമായ സംവിധാനമൊരുക്കാൻ പ്രവർത്തകർ സജ്ജമാണെന്ന് അറിയിച്ചിരുന്നുവെങ്കിലും ഫണ്ടും മറ്റും നൽകി ദിവസങ്ങൾക്കകം പരിഹാരം കാണാമെന്ന മുനിസിപ്പൽ ഭരണകക്ഷി നേതാക്കളുടെ ഉറപ്പിൽ താൽക്കാലിക ബണ്ട് നിർമ്മിക്കാനുള്ള പ്രവർത്തനം നിലയ്ക്കുകയായിരുന്നു. 1.5 മാസമായിട്ടും തങ്ങളുടെ ദുരിതത്തിന് പരിഹാരം കാണാത്തതിനെ തുടർന്ന് വീണ്ടും വീട്ടുകാർ SDPI പ്രവർത്തകരെ ബന്ധപ്പെടുകയായിരുന്നു. തുടർന്ന് തിരൂരങ്ങാടി യൂണിറ്റ് ട്രസ്റ്റ് പ്രവർത്തകരും TSA ഫുട്ബോൾ കമ്മിറ്റിയും മെക്സവൻ ഹെൽത്ത് ക്ലബ് എന്നിവരുടെ നേതൃത്വത്തിൽ സുരക്ഷാ സംവിധാനം ഒരുക്കുകയായിരുന്നു. സന്നദ്ധ സംഘടനകൾ നിർമ്മാണത്തിനാവശ്യമായ സാമഗ്രികൾ നൽകി. SDPI പ്രവർത്തകരുടെ നേതൃത്വത്തിൽ നിർമ്മാണവും നടത്തി. നമ്മുടെ തിരൂരങ്ങാടിന്റെ ഒരു പൊതു പ്രശ്നമായിട്ട് കണ്ടിട്ട് ജനങ്ങൾ ഒന്നായിട്ട് കൂടിയിട്ട് നടത്തുന്ന ഒരു പരിപാടിയാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിൽ പല ആളുകളും അതിൽ പാർട്ടിസിപ്പൻ്റായിട്ട് വന്നിട്ടുണ്ട്. അതിൽ മെക്സവൻ്റെ തിരൂരങ്ങാടി ഹെൽത്ത് ക്ലബിൻ്റെ ഒരു യൂണിറ്റ് ആയിട്ടാണ് നമ്മൾ പ്രവർത്തിക്കുന്നത്. ഇത് നമ്മൾ ഒറ്റക്കുള്ളതല്ല, നമ്മുടെ എല്ലാ പ്രവർത്തകരും തിരൂരങ്ങാടി ഒറ്റക്കെട്ടായിട്ട് എല്ലാ ക്ലബ് അംഗങ്ങളും മറ്റുള്ള നിലയിലുള്ള ഓരോ ആളുകളും പല സംഘടനാ രംഗത്തുള്ള ആളുകളൊക്കെ ഒത്തൊരുമിച്ച് നടത്തുന്ന ഒരു പരിപാടിയാണ്. ആർക്കും ഇതിലൊരു മെജോറിറ്റിയോ മറ്റുള്ളതൊന്നുമില്ല. ജനങ്ങളുടെ തിരൂരങ്ങാടിയുടെ മൊത്തം ഒരു പ്രശ്നമായിട്ട് ജനങ്ങൾ കണ്ട് ജനങ്ങൾ ഏറ്റെടുത്ത ഒരു പരിപാടിയാണ്. അപ്പോൾ അതിൻ്റെ വർക്കുകളാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. മറ്റുള്ള കാര്യങ്ങളൊക്കെ ഓരോരുത്തർ അവരുടെ കാര്യങ്ങളായിട്ട് പറയാം. മെക്സവൻ്റെ ഒരു പ്രതിനിധി എന്നുള്ള നിലയിൽ മാത്രം അത് നമ്മൾ എന്ത് ചെയ്ത് രാവിലെ മുതൽ നമ്മുടെ എക്സസൈസ് പരിപാടികൾ കഴിഞ്ഞ ഉടനെ തന്നെ നമ്മുടെ ഒരുപാട് മെമ്പർമാർ 50-ലധികം മെമ്പർമാർ വന്നിട്ട് ഇതിൽ തുടങ്ങി വെച്ചു. അതേപോലെ തന്നെ നമ്മുടെ മറ്റുള്ള സംഘടനകൾ മുഴുവനും കൂടിയിരുന്ന് നമ്മളതിലൊരു പാർട്ടിസിപ്പേറ്റ് കഴിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. കാരണം ഇങ്ങനെയുള്ളൊരു പരിപാടിക്ക് നമുക്ക് ഇറങ്ങാൻ പറ്റിയത്, അതിനൊരു വേദി എന്നുള്ള നിലയിൽ നമുക്ക് ആദ്യത്തെ ഒരു പരിപാടി ഇതായത് ഞങ്ങൾ വളരെ ചാരിത്രത്തോടു കൂടിയാണ് ഓർക്കുന്നത്. ഇൻഷാ അല്ലാഹ് മറ്റുള്ള പരിപാടികളിലും ഇതുപോലുള്ള എല്ലാ പരിപാടികളിലും മെക്സവന്റെ സാന്നിധ്യം ഉണ്ടാകുന്ന ജനങ്ങൾക്ക് ഞങ്ങൾ ഉറപ്പ് തരികയാണ്. ഞായറാഴ്ച രാവിലെ 7 മണിക്ക് തന്നെ SDPI വളണ്ടിയർ സംഘവും മറ്റും വിവിധ പ്രവർത്തനങ്ങൾക്ക് ഉത്സവച്ചായിൽ തുടക്കം കുറിച്ചു. SDPI ജില്ലാ പ്രസിഡന്റ് അൻവർ പഴഞ്ഞി പ്രവൃത്തി ഉദ്ഘാടനം നിർവഹിച്ചു. നാടിന്റെ ദുരിതങ്ങൾക്ക് നേരെ പുറംതിരിഞ്ഞു നിൽക്കുന്ന അധികാരികൾക്കെതിരെയുള്ള താക്കീത് കൂടിയാണ് ജനകീയ നിർമ്മാണ പ്രവൃത്തിയിലൂടെ തെളിഞ്ഞതെന്ന് അദ്ദേഹം പറഞ്ഞു. മഴയുമായി ബന്ധപ്പെട്ട് വല്ലാത്ത പ്രതിസന്ധിയിലായിരുന്നു ഇവിടുത്തെ പ്രദേശവാസികളും അതേപോലെ തന്നെ നാട്ടുകാർ. മഴ വെള്ളം വന്നപ്പോൾ വീടുകൾക്ക് വലിയ അപകട ഭീഷണി ഉണ്ടായി. ഉത്തരവാദിത്തപ്പെട്ട അധികാരികൾ അതിനെ വേണ്ട രൂപത്തിൽ കാണാതെ ചില സന്ദർശനങ്ങൾ നടത്തി ചില വാഗ്ദാനങ്ങളിൽ ഒതുക്കി അവർ പോവുകയാണ് ചെയ്തത്. അതിനുശേഷം SDPIയുടെ നേതൃത്വങ്ങൾ ഇവിടെ സന്ദർശിക്കുകയും ഈ അപകട ഭീഷണി നേരിടുന്ന ഈ വീടുകൾക്ക് എന്ത് സഹായമാണ് ചെയ്യാൻ കഴിയുക എന്ന് ആലോചിക്കുകയും ഇവിടുത്തെ നാട്ടുകാരിൽ വളരെ വേണ്ടപ്പെട്ട ആളുകളുമായി ക്ലബ്ബുകളും അതേപോലെ തന്നെ പൗരപ്രമുഖരായിട്ടുള്ള ചില ആളുകളുമായി ആലോചിച്ച് ഇവർക്ക് വേണ്ടുന്ന സഹായം ചെയ്തു കൊടുക്കാൻ പാർട്ടിയുടെ നേതൃത്വങ്ങൾ തീരുമാനിക്കുകയും അതേപോലെ തന്നെ ഇവിടുത്തെ ആളുകൾ
പ്രമുഖരും അതേപോലെ തന്നെ ക്ലബിൻ്റെ ഭാരവാഹികളും ഒക്കെ കൂടിയിട്ടുള്ള ആളുകൾ തീരുമാനിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്നിവിടെ ഈ വർക്ക് നടക്കുന്നത്. വളരെ സന്തോഷം തരുന്ന, വളരെ ആർക്കും കണ്ടാൽ ഒരു ഇത്തരം സംഗതികളിൽ ഏർപ്പെടുന്ന ആളുകൾക്ക് ഏർപ്പെടാനും കൂടി മറ്റുള്ളവർക്ക് ഒരു പ്രചോദനമാകുന്ന രൂപത്തിൽ ഈ സഹോദരങ്ങൾക്ക്, ഈ പ്രയാസപ്പെടുന്ന ഈ സഹോദരങ്ങൾക്ക് ഒരു കൈത്താങ്ങാകാൻ കഴിഞ്ഞതിൽ വളരെ അഭിമാനമുണ്ട്. ജില്ലാ സെക്രട്ടറി ഷെരീഫ് ഖാൻ മാസ്റ്റർ, ജില്ലാ SDPI വളണ്ടിയർ കോർഡിനേറ്റർ ഹമീദ് പരപ്പനങ്ങാടി, തിരൂരങ്ങാടി മണ്ഡലം പ്രസിഡന്റ് ജാഫർ ചമ്മാട്, സെക്രട്ടറി ഉസ്മാൻ ഹാജി എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു. TSA ഭാരവാഹികളായ അരിമ്പ്ര സുബേർ, യൂണിറ്റ് ട്രസ്റ്റ് ഭാരവാഹികളായ മനരിക്കൽ അമർ, മുനീർ, മെക്സവൻ കൂട്ടായ്മ പ്രവർത്തകർ, SDPI മുനിസിപ്പൽ ഭാരവാഹികളായ ഹബീബ്, മുഹമ്മദ് അലി, സിദ്ദീഖ്, സലാം കളത്തിങ്കൽ എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, തിരൂരങ്ങാടി.